കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. പരിശുദ്ധാത്മാദൈവമേ, ഈ തിരുവചന ഭാവം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ. യേശു കണ്ണുനീർ വാർത്തു. സഹോദരങ്ങളെ, കണ്ണുനീരിനെ അവഗണിച്ച് കടന്നു പോകുന്നവനല്ല ദൈവം. എന്നാൽ അവയെ തൂക്കി നോക്കി അതിൻ്റെ ഭാരം അറിയുന്നവനാണ് ദൈവം. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ നമ്മുടെ ദൈവത്തിന് അറിയാം. ഈ ലോകത്തിൽ ആർക്കും നമ്മുടെ വേദനകൾ ശരിയായ വിധം അറിയണമെന്നില്ല. ഇല്ല. ദൈവത്തിന് നമ്മുടെ പ്രകൃതി അറിയാം. നാം വെറും പുഴുവാണെന്നറിയാം. അതിനാൽ നമ്മെ തള്ളിക്കളയുന്നവനല്ല ദൈവം. ഞാനുണ്ട് നിന്റെ ചാരേ എന്ന് പറഞ്ഞ് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു. കാരണം യേശുവിൻ്റെ പേര് തന്നെ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നാണല്ലോ. നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകന്ന് ജീവിച്ചു വന്നിരുന്നതുമായ ഇയ്യോബിന് ഒരുപാട് പരീക്ഷണങ്ങളുണ്ടായി. സകലതും നഷ്ടപ്പെട്ട് രോഗിയായി. ഭാര്യയും തള്ളിപ്പറഞ്ഞു. കണ്ണീരിൻ്റെതായ നാളുകളിൽ ഇയ്യോബ് ഹൃദയം പൊട്ടി വിലപിച്ച് പറഞ്ഞത് ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അയ്യോ, എൻ്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ, എൻ്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ, അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത്. യോപ്പച്ചൻ്റെ അനുഭവമുള്ള അനേകർ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്.
സങ്കടങ്ങൾ മറ്റാർക്കും അളക്കുവാൻ സാധ്യമല്ല. എന്നാൽ അവ എണ്ണുവാനും തൂക്കി നോക്കുവാനും ഒരാൾക്ക് മാത്രമേ കഴിയൂ, ദൈവത്തിന് മാത്രം. വ്യസനത്തെ ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ എന്ന് പറഞ്ഞ ഇയ്യോബ് അവസാന അധ്യായത്തിൽ ഉറപ്പിച്ചു പറയുന്ന 2 വാക്യമാണ്. ഇയ്യോബിന്റെ പുസ്തകം 42:2. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബ് 42:5 ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. നാം യേശുവിനെ കുറിച്ച് കേട്ടവരായാൽ പോരാ, അവനെ അറിയുന്നവരാകണം. രക്തസ്രാവസ്ത്രീ യേശുവിനെ തൊട്ടതുപോലെ അവനെ തൊട്ടറിയുന്നവരായിരിക്കണം. അപ്പോൾ ഇയ്യോബിനെ പോലെ നമുക്കും പറയാൻ കഴിയും, എൻ്റെ കണ്ണുനീരിനെ എണ്ണുവാനും തൂക്കി നോക്കുവാനും മാത്രമല്ല, ദൈവത്തിന് സകലവും കഴിയുമെന്ന്. സങ്കീർത്തനങ്ങൾ 56:8 ദാവീദ് പാടിയതിങ്ങനെയാണ്: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ദൈവം നമ്മെ എപ്പോഴും കാണുന്നു, ദൈവം നമ്മെ എപ്പോഴും കാണുന്നു. നമ്മുടെ മനസ്സ് ഒന്ന് പിടഞ്ഞാൽ ദൈവത്തിൻ്റെ കരളലിയും. നമ്മുടെ മുഖത്തിൻ്റെ വാട്ടം പോലും ദൈവം അറിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖം ഒന്ന് വാടിയാൽ നാം അറിയുന്നത് പോലെ ദൈവമക്കളുടെ മുഖം വാടിയാൽ ദൈവം അറിയും. അപ്രകാരം ഒരു മനോഹരമായ പാട്ടുണ്ടല്ലേ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൽ യാബേസ് എന്ന ദുഃഖപുത്രനെ കുറിച്ച് നാം കാണുന്നു. യാബേസിനെ പ്രസവിച്ചപ്പോൾ അവൻ്റെ അമ്മയുടെ മുഖം വാടി. കാരണം അവനെ വ്യസനത്തോടെ പ്രസവിച്ചതുകൊണ്ട് അവന് ദുഃഖപുത്രൻ എന്ന് പേരായി. എന്നാൽ ആ അമ്മ കണ്ണീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം അവൾക്ക് ആഗ്രഹിച്ചതൊക്കെയും നൽകി. അവൻ്റെ പേരിൽ ഒരു പട്ടണം അറിയപ്പെട്ടു. നമുക്കറിയാം, ആഹാറിൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീർ ദൈവം കണ്ടു. മരുഭൂമിയിൽ ആഹാറിൻ്റെയും കുഞ്ഞിൻ്റെയും തീവ്ര ദുഃഖം ദൈവം കണ്ടു. അവർക്കായി ഒരു പുതിയ നീരുറവ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. ആരെല്ലാം നിനക്കുള്ള നന്മ അടച്ചാലും ദൈവം മറുപുറത്ത് ഒരു നീരുറവ നിനക്കായി തുറന്നിരിക്കുന്നു. വിശ്വസിക്കുന്നെങ്കിൽ ആ അത്ഭുതം നടന്നിരിക്കും. ഹന്നയുടെ മുഖം വാടിയതും കണ്ണീരും ദൈവം അറിഞ്ഞു. വിശ്വസ്തയോടും ദൈവത്തിൽ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ നടന്ന ഹിസ്കിയാവിന് രോഗം ബാധിച്ചു. അവൻ മരിച്ചു പോകുമെന്ന് യെശയ്യാവിന് ദൈവം ദർശനം കൊടുത്തു. ഈ വിവരം യെശയ്യാവ് ഹിസ്കിയാവിനെ അറിയിച്ചപ്പോൾ ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ ചുവരിന്റെ നേരെ മുഖമമർത്തി കരഞ്ഞു. ആ കണ്ണുനീരിന്റെ മുമ്പിൽ അവന്റെ ആയുസ് 15 സംവത്സരം ദൈവം കൂട്ടി. ഹല്ലേലൂയ. ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പ്ലാനും പദ്ധതിയും ഉണ്ട്. എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് എടുത്തിയാടി കയറുമായിട്ട് പോകല്ലേ. 15 സംവത്സരം ഹിസ്കിയാവിന് ദൈവം തൻ്റെ ജീവിതം നീട്ടിക്കൊടുത്തു. മാത്രമല്ല, ഹിസ്കിയാവിന് വിശ്വസിക്കുവാൻ അടയാളങ്ങളായ സൂര്യഘടികാരത്തിൽ നിഴലിനെ 10 പടി പിന്നോക്കം ചലിക്കുമാറാക്കി. ഈ ഭാഗം 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിലും യെശയ്യാവ് 38-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കണ്ണീരിന്റെ മുമ്പിൽ സൂര്യന്റെ ഗതിയെപ്പോലും മാറ്റുന്നൊരു ദൈവം. നമ്മുടെ അപ്പൻ എത്ര അല്ലേ സ്നേഹമുള്ള അപ്പന. ആയുസ്സിനെ നീട്ടിക്കൊടുക്കുന്ന ദൈവം. നമ്മുടെ കണ്ണീരിനെ ദൈവം ഒരിക്കലും മറികടന്ന് പോകാൻ ദൈവത്തിന് സാധ്യമല്ല. കരയുന്ന കാക്കക്കുഞ്ഞിന് പോലുമാണ് ആഹാരം കൊടുക്കുന്നപ്പൻ. അപ്പൊ അവന്റെ ചായൽ സൃഷ്ടിക്കപ്പെട്ട മക്കളായ നമ്മൾ എത്ര അധികം ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. കരയുന്നവരോട് കൂടെ കരയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ലാസർ മരിച്ചപ്പോൾ മാർത്തായുടെയും മറിയയുടെയും ഹൃദയവേദന യേശു കണ്ട് പറഞ്ഞ തിരുവചന ഭാഗമാണ് യോഹന്നാൻ 11:35 കുറിവാക്യമായിട്ട് കർത്താവ് തന്നത്. യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. കുരിൽ താഴ്വരയിൽ കടന്നു വരട്ടെ. കണ്ണുനീർ താഴ്വരകളിൽ കൂടി കടക്കുമ്പോൾ അവൻ അതിനെ കുളിരുള്ള ജലാശയമാക്കുന്നു. നമ്മുടെ കണ്ണീരിന് ഉത്തരം നൽകുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. നമ്മുടെ അലച്ചിലുകളെ എണ്ണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ കണ്ണീരിനെ തുരുത്തിയിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനാൽ നാം നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു. പ്രതികൂലങ്ങളാകുന്ന കാറ്റും കോളും അടിച്ചു കൊള്ളട്ടെ. അമരത്ത് യേശു ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഈ കാറ്റ് നിന്നെ ഇളക്കുവാനല്ല, വിശ്വാസത്തിലും പ്രത്യാശയിലും വിശുദ്ധിയിലും ഉറപ്പിക്കുവാനാണ്. ആമേൻ, ആമേൻ. ഹൃദയം തുടങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്.
മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന അസംഖ്യമായ അനർത്ഥങ്ങൾ വരാം, എന്നാൽ അവയെല്ലാറ്റിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കും എന്ന സത്യവചനം പറയുന്നു. അതിനാൽ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിപ്പേൻ. 1 പത്രോസ് 5:10-11 വാക്യങ്ങൾ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. എന്നോട് ചേർന്ന് ആമേൻ പറയാം. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കാം. നിത്യന്റെ പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിന്റെ ഒരു പുതിയ പ്രഭാതം കൂടി തന്നതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും കരങ്ങളിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീരിനെ ഒപ്പുന്ന ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന അപ്പ സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ സ്വർഗീയ നന്മകൾക്കായി, ഭൗതിക നന്മകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളൊരനുഗ്രഹമായി ഞങ്ങളോട് അനേകരനുഗ്രഹം പ്രാപിക്കുവാൻ കൃപ ചെയ്യണം. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പരസ്പരം മറ്റുള്ളവരെ കണ്ണീരൊപ്പുന്നവരായി മനുഷ്യത്വമുള്ള വിശുദ്ധരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഈ സമയത്ത് കർത്താവേ, ലോകത്തിൻ്റെ നാനാഭാഗത്തും നടക്കുന്ന യുദ്ധം കാരണം ജീവിതത്തിൻ്റെ നാനാതുറകളിലും വേദന അനുഭവിക്കുന്ന, കണ്ണീര് വാർത്ത് എങ്ങുന്ന സഹായം ലഭിക്കാതെ കണ്ട് ദുഃഖത്തിൽ ആഴ്ന്ന് ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളുണ്ട് ദൈവമേ. അവർ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം, സൗഖ്യത്തിൻ്റെ കരം, സമാധാനത്തിൻ്റെ കരം, ആശ്വാസത്തിൻ്റെ കരം നിന്റെ മക്കളുടെ മേൽ വയ്ക്കണമേ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ലോക നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രധാനമന്ത്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അമേരിക്കയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രസിഡന്റ് ട്രംപിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജർമ്മനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഓസ്ട്രേലിയയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ചൈനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഉക്രൈനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, റഷ്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ കർത്താവേ. ഞങ്ങളുടെ കേരളത്തെയും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. കർത്താവേ, അങ്ങേ അവിടുത്തെ അറിയുന്ന ഒരു രാജ്യമായി, സംസ്ഥാനങ്ങളായി കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ആ ഒറ്റ കാരണത്താൽ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചിലരെല്ലാം കർത്താവേ മരണത്തിൻ്റെ വക്കോളം എത്തിയിരിക്കുന്ന അവസ്ഥകളുണ്ടല്ലോ കർത്താവേ. അവിടുന്ന് അപ്പോസ്തലന്മാരുടെ ചങ്ങലകൾ മാറ്റിയതുപോലെ ബന്ധനസ്ഥരായിരുന്നവർക്ക് വേണ്ടി ജയിലറ തുറന്ന ദൈവമേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നരകോലം ചുമക്കുന്ന ദൈവമേ, നിന്റെ ഉള്ളം കയ്യിൽ അവരെ സൂക്ഷിക്കണമേ. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ വയ്ക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. കുഞ്ഞുങ്ങൾ യൗവനത്തിൽ തന്നെ അങ്ങേ അറിഞ്ഞ് അവിടുത്തോട് പറ്റിച്ചേർന്ന് നടക്കുന്ന വിശുദ്ധവർഗമായി നിൽക്കുവാൻ അവരെ സഹായിക്കണം. ദൂരത്തും ചാരത്തുമായ ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശുദ്ധരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന രാജ്യങ്ങളിൽ കർത്താവേ, അവരിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകൾക്കെല്ലാം ആശ്വാസത്തിൻ്റെ കരം കൊടുത്ത് അവരെ ബലപ്പെടുത്തി ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് അവിടുത്തെ ആശ്വാസത്തിൻ്റെ കരം വെച്ച് അവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളെല്ലാ പ്രവൃത്തികളും ശുശ്രൂഷകളും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓരോരുത്തരും പാർക്കുന്ന ഭവനത്തിന് ചുറ്റും തിരുരക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ കൂരമ്പുകളും ഞങ്ങളെ മറയ്ക്കുന്നതിനായി സ്തോത്രം. വിശേഷാൽ രോഗികളായി ഹോസ്പിറ്റലിൽ കഴിയുന്ന പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ മഹാവൈദ്യൻ അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കുക. നന്ദി അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറയിച്ചവാളോ മരണമോ വന്നിടട്ടെ
ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിപ്പിപ്പവൻ ദാഹജലം തരുമേ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ